തമിഴ്നാട് ഊരുക്കുള്ളിലൂടെ ഒരു യാത്ര. ഞങ്ങൾ ഇപ്പോൾ റോട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു നായക്കുട്ടി ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ അത് നല്ല ആളണക്കമുള്ള ഒരു നായക്കുട്ടിയാണ്. അത് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ മുന്നിലായിട്ട് അതങ്ങനെ നടക്കുകയാണ്. ഞങ്ങളെ വിട്ടു പോകണില്ല, ഞങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. ഇവിടുത്തെ കരിമ്പന മരങ്ങൾ ഒക്കെ കേരളം മാതിരി തന്നെ നായ്ക്കുട്ടി കൊണ്ട് ഞങ്ങളുടെ കൂടെ. ഇവിടെ കണ്ടില്ലേ ഒരു പുറ്റ് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു. റോഡിൻ്റെ രണ്ട് സൈഡിലും കൃഷി സ്ഥലങ്ങളാണ് കേട്ടത്. ഈ കാണുന്നതൊക്കെ തെങ്ങ്, വാഴ എല്ലാം ഉണ്ട്. തമിഴ്നാടിൻ്റെ ഊരാണത്. ഒരു ഊരാണ്. ധാരാളം വീടുകൾ ഒരുമിച്ചിട്ടുള്ള ഒരു ഊരാണിത്. നെൽകൃഷി ഒക്കെ ധാരാളമുണ്ട്. കണ്ടാൽ കേരളം മാതിരി തന്നെ തോന്നും. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. പശുക്കളേനൊക്കെ സൈഡിൽ കെട്ടിയിട്ട് ചെറിയ വീടുകളൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു ഊരാണിത്. ധാരാളം ആ തമിഴ്നാട് സ്റ്റൈലിലുള്ള വീടുകൾ കണ്ടില്ലേ. ധാരാളം തെങ്ങുകളുണ്ട് കേട്ടോ ഇവിടെ. കേരളത്തിനേക്കാളും കൂടുതൽ തെങ്ങ് ഇവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വീടൊക്കെ നമുക്ക് ഒരു പ്രത്യേക സ്റ്റൈലാണ്, തമിഴ്നാട് സ്റ്റൈലാണ്. എല്ലാ വീടിൻ്റെ മുന്നിലുണ്ട് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ. ഇത് തമിഴ്നാട് കോർപ്പറേഷൻ ബസ് വീടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു സിനിമ പോസ്റ്റ് മാതിരി കല്യാണത്തിൻ്റെ ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. വലിയ ഒരു ആൽമരം. ഈ ആൽമരമാണ് ഈ നാട്ടിലെ ഒരു എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം. അവിടെ ഒരു അമ്പലമുണ്ട്. നല്ല ഭംഗിയിൽ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് ആ അമ്പലം. ഇത് ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെയോ ഓഫീസുകളാണ് ആ ഊരിലുള്ള. നെല്ലും തെങ്ങും വീടുകളും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ഒരു ഹൈവേയിലെ വക്കിലുള്ള ജനങ്ങളുടെ താമസമാണിത്. അവിടുത്തെ അവരുടെ കന്നുകാലികളേനൊക്കെ റോഡിന് വക്കിൽ തന്നെ കെട്ടിട്ട്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിന് വലിയ തൊഴുത്തും കാര്യങ്ങളും ഫാമും അങ്ങനെയൊക്കെ വേണം. ഒരു വളരെ സിമ്പിളായിട്ടാണ് അതിനെ റോട്ടിൽ കെട്ടി വൈക്കോലൊക്കെ ഇട്ട് കൊടുത്ത് നോക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഹൈവേയുടെ വക്കിന് ഇത്രയും സ്ഥലം ഒഴിഞ്ഞു കിടക്കണത് കാണില്ല. ഇവിടെ പിന്നെ ധാരാളം സ്ഥലമുള്ളത് കൊണ്ട് ഹൈവേയിൽ തന്നെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവരെ കന്നുകാലികളും കോഴിയും ആടും ഒക്കെ ആയിട്ട് കണ്ടില്ലേ, നല്ല സെറ്റപ്പാണ്. കുറുമ്പേരി എന്ന ഒരു ഊരിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണിത്. അവിടുത്തെ ഒരു ചെറിയൊരു അമ്പലം, തമിഴ്നാട് രീതിയിലുള്ള ഒരു അമ്പലം. ഇത് ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ പുതിയ അമ്പലം. അമ്പലങ്ങളൊന്നും വരുന്നുണ്ട്. അവിടെ ഊരിലുള്ള ആൾക്കാർ അവരുടെ അമ്പലം അമ്പലം പുതുതായി കയറ്റി പ്രതിഷ്ഠ നടത്തി.
നമ്മുടെ നാട്ടിൽ തിരുമേനിമാരൊക്കെ ആവും ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ നടത്തുന്നതൊക്കെ. ഇത് ആ ഊരിലുള്ള ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് തിരുമേനിമാരെന്ന്. അമ്പലം നല്ല ഭംഗിയിൽ പെയിൻറ്റിങ് ആണ് അതിന് അവിടുത്തെ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകത. കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് ആണ്. എൻ്റെ കൂടെ ഉള്ള ബാക്കി ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ശ്രീകോവിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീകോവിലിൻ്റെ പുറത്തായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉപദേവതകളെന്നൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ചുമരാണ്. ചുമരല്ല, ചുറ്റുമതിലിൻ്റെ സൈഡിൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്നത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു മരണം നടന്നിരിക്കുകയാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ ബോഡി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭയങ്കര അലങ്കരിച്ച ഒരു വണ്ടി കഴിഞ്ഞ് വൈകുന്നേരമായിട്ടും മേളായിട്ട് ഒരു ചന്ത പോവുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന നാട്ടിലുള്ള എല്ലാ കർഷകരും അവരവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ചന്ത. അത് വാങ്ങിക്കാനും ഒക്കെ ധാരാളം ആൾക്കാർ, ആ ഊരിലുള്ള ആൾക്കാർ അവിടെ വരും. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പച്ചക്കറിയാണ് മെയിൻ. അങ്ങനെയുള്ള നുറുമ്പ്